ഹലോ. നന്ദനെ, ആനന്ദ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫോണിൽ പറ്റില്ല, നേരിട്ടൊന്ന് കാണണം. നിനക്ക് എപ്പോഴാ ഫ്രീ ടൈം കിട്ടുന്നത്? ഞാനെപ്പോഴും ഫ്രീ ആണ്, പക്ഷേ നിങ്ങളോട് സംസാരിക്കാനും കേൾക്കാനും താല്പര്യമില്ല. ഐ ആം സോറി. നന്ദനെ, പ്ലീസ് ജസ്റ്റ് ലിസൺ ടു മീ. നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷേ നോ, നിങ്ങൾക്കാർക്കും എന്റെ ഫീലിംഗ്സ് ഒരിക്കലും മനസ്സിലാകില്ല. മനസ്സിലായിരുന്നെങ്കിൽ എന്നെ തൃച്ചംബരത്ത് നിന്ന് അടിച്ച് അപമാനിച്ച് ഇറക്കി വിടില്ലായിരുന്നു. ഏതായാലും അത് നടന്നു കഴിഞ്ഞു. ഇനി എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും കേൾക്കണ്ട. ദയവ് ചെയ്ത് എന്നെ ഇനിയും വിളിച്ച് ഉപദ്രവിക്കരുത്, പ്ലീസ്. ഹലോ നന്ദന, പ്ലീസ്. ഹലോ ഹലോ. തൃച്ചംബരത്തുനിന്നല്ലേ? ഞാൻ പ്രതീക്ഷിച്ചതാ. അതെ, ആനന്ദ്. അവൻ എന്നോടെന്തോ സംസാരിക്കണമെന്ന്, എന്റെ ഫീലിംഗ്സ് മനസ്സിലാകുന്നെന്ന്. സ്റ്റുപ്പിഡ്. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. ഗുഡ്. ഞാൻ വിചാരിച്ചു അഖിലാണ്ടീശ്വരി വിളിക്കൂന്ന്. സാരമില്ല, അഖിലയുടെ സോഫ്റ്റ് കോർണർ ആണ് ആനന്ദ്. അവൻ വിളിച്ചാലും ധാരാളം. ഇനി അമ്മ ആനന്ദിനെ ഒന്ന് തിരിച്ചു വിളിക്കാം. അപ്പോഴേ നമ്മുടെ ഈ കളിക്കൊരു പഞ്ച് കിട്ടും. എന്തിനമ്മ വെറുതെ? Let them go to hell. എനിക്കൊരു താല്പര്യം തോന്നുന്നില്ലതിന്. അങ്ങനെ ചിന്തിക്കല്ലേ മോളെ. ഞാൻ എപ്പോഴും പറയാറില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. എന്റെ മോൾ അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകുന്നത് നമ്മളെ പോലെ തന്നെ അഖിലാണ്ടേശ്വരിയെ മോഹിക്കുന്നു എന്നതാണ് ഇവിടുത്തെ കീ പോയിന്റ്. അതാ കല്യാണിക്ക് 7 ദിവസം സമയം കൊടുത്തതും. ആനന്ദ് ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞ അഖിലാണ്ടേശ്വരിക്ക് തീരുമാനമെടുക്കാൻ അധിക സമയം വേണ്ടിവരില്ല. അതാ ആ അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധം. അതുകൊണ്ട് ഇവിടെ വളരെ ചിന്തിച്ചു വേണം നമ്മൾ ഓരോ ചുവടും വെക്കാൻ. വളയ്ക്കുകയാകാവൂ, ഓടിക്കരുത്. ഈ കേസ് നീ കൈകാര്യം ചെയ്യണ്ട. എനിക്കറിയാം എന്തു വേണോന്ന്. ഹലോ ആന്റി. ആനന്ദേ, നീ മോളെ വിളിച്ചിരുന്നല്ലേ? എന്ത് ചെയ്യാനാ, അവളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏത് സമയവും മുറി അടച്ചിരുന്ന് കരച്ചില്ല. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനി അബദ്ധമൊന്നും കാണിക്കാതിരിക്കാനേ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കാൻ ഞങ്ങളിപ്പോ. 8ഉം 10ഒന്നും ഇല്ലല്ലോ, ആകെ ഒരുത്തിയല്ലേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര തന്നെ. അതുപോട്ടെ, ആനന്ദ് എന്തിനെ വിളിച്ചത്? എന്തെങ്കിലും വിശേഷം? നന്ദനയുടെ അരവിന്ദിന്റെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇപ്പൊ തകർന്നു കിടക്കുന്നത്. അവര് തമ്മിലൊന്നും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആന്റി നന്ദനയോട് നാളെ രാവിലെ 7 മണിക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് വരാൻ പറയണം. ഞാൻ അരവിന്ദുമായിട്ട് അവിടെ എത്താം. അവര് തമ്മിൽ നേരിട്ടൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ. നീ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ അവളുടെ വാശി വെച്ച് നോക്കുമ്പോ ശരി, ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്തു പറഞ്ഞാലും നമ്മുടെ കുട്ടികളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതെ, അതാണ് സത്യം. എനിവേ, താങ്ക് യു ആന്റി. നാളെ ഞാൻ അമ്പലത്തിൽ കാണും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ എന്ത് പരിപാടി? അമ്പലത്തിൽ പോയി അരവിന്ദിനെ കാണുകയല്ലേ? ആയിക്കോട്ടെ, അമ്മ പോയാ മതി. എനിക്കിനി ഈ വിഷയത്തിൽ താല്പര്യമില്ല. എന്നാലേ എനിക്ക് താല്പര്യമുണ്ട് എന്റെ മോളുടെ കാര്യത്തിൽ. നീ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട.
ഒരൊറ്റ ചോദ്യമുള്ളൂ ഇവിടെ. ഈ പന്തയത്തിൽ നീ ഓടി തുടങ്ങിയതാണ്. ജയം മാത്രമാണ് ലക്ഷ്യം. നമ്മൾ കുറെ മുന്നേറി കഴിഞ്ഞു. ഇനി ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോണം? തോറ്റ് തല കുനിഞ്ഞ ആളുകളുടെ പരിഹാസം കേൾക്കാൻ? കുട്ടിക്കാലം മുതലേ ഞാനൊരു വാശിക്കാരിയായിരുന്നു. വാശി കൊണ്ട് പിടിച്ചടക്കിയതാ ഇന്ന് നീ അനുഭവിക്കുന്ന നന്ദന ഗ്രൂപ്പിന്റെ സുഖസൗകര്യങ്ങൾ. അതിനേക്കാൾ വാശി കാണിച്ചാലേ ആനന്ദ് ഗ്രൂപ്പിന്റെ പാർട്ട്ണർഷിപ്പ് നമുക്ക് കിട്ടും. നീ അത് നേടണം എന്നാണ്. പക്ഷെ ആ ചെറുക്കനെ ഞാൻ എന്തിനു സഹിക്കണം? ഞാൻ വിചാരിച്ച അവനേക്കാളും പ്രേമിക്കുന്നവന്മാരെ കിട്ടുമായിരിക്കും, പക്ഷെ പ്രഭുക്കന്മാരെ കിട്ടില്ല. അരവിന്ദ് കോടീശ്വരിയായ അഖിലാണ്ടേശ്വരിയുടെ മകനാണ്. അതാണ് അവന്റെ മെറിറ്റ്. ആ മെറിറ്റ് കിട്ടാനാ കോംപ്രമൈസ് ചെയ്യാൻ ഞാനിപ്പോ ആവശ്യപ്പെടുന്നതും. പക്ഷെ അമ്മ ഞാൻ മതി, പക്ഷേ ശിക്ഷയല്ല. നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. വീട്ടുകാരിൽ നിന്നും കൈ നീട്ടി അടി വാങ്ങി. വിലാസിനെ വെല്ലുവിളിച്ചിറങ്ങിയത് പുതിയ തന്ത്രങ്ങളുമായി എത്തുമെന്ന. നോക്ക്, ഈ കളിയിൽ നമുക്ക് ഒരു തുറുപ്പ് ചീട്ടേ ഉള്ളൂ. അതിന്റെ പേര് അരവിന്ദ് കൃഷ്ണൻ എന്ന. അവനെ നമുക്ക് കിട്ടണം. കിട്ടും. നാളെ നീ അമ്പലത്തിൽ പോകണം. പോകും. തീരുമാനമാണത്. ദേവി മഹാമായ, എല്ലാം അറിയാലോ ദേവിക്ക്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ വാക്കു കൊടുത്തു പോയി. അനുവദിച്ച ദിവസങ്ങളും തീരാറായി. ഇനിയിപ്പോ എന്റെ മുന്നിൽ ചെയ്യാൻ ഒരു വഴിയുള്ളൂ. അനിയും കുഞ്ഞും നന്ദന മേഡം തമ്മിലുള്ള കല്യാണം നടക്കണം. അതിനാ ദേവി എന്നെ സഹായിക്കാനുള്ള. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ദേവിയല്ലേ. ഇന്നിപ്പോ ഞാൻ എന്നെ തന്നെ ദേവിക്ക് സമർപ്പിക്കുക. മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ശയനപ്രദക്ഷിണമെന്ന് മുത്തശ്ശനൊരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ത്രീകൾ സാധാരണ ചെയ്യാറുള്ളതല്ല. എന്നാ ചെയ്താലൊരു തെറ്റുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കണേ. അതുകൊണ്ട് ഇന്ന് ഈ കല്യാണി ഈ തിരുമുമ്പിൽ ശയനപ്രദക്ഷിണം നടത്തുക. കൽപ്പിച്ചനുഗ്രഹിച്ച് എല്ലാം നടത്തി തരണം. നീ മാത്രമാണ് തുണ. നീ മാത്രം. കല്യാണി, സുജാതജി, തുടങ്ങിയാലോ നമുക്ക്? കല്യാണി പെട്ടെന്ന് വേണം. എനിക്കങ്ങ് പോകാനുള്ളതാ. വാ.
അരവിന്ദന് ജീവിതം പോലെ തന്നെയാ. പങ്ക്ച്വാലിറ്റി അടുത്തുകൂടെ പോലും പോയിട്ടില്ല. പക്ഷെ ആനന്ദ് ടൈം കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ കണ്ട് പഠിക്കായിരിക്കും ഇപ്പൊ. കഷ്ടം. വിളിച്ചു നോക്കാം. ഇവര് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ബ്രോ, കുറെ നേരം ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. എങ്ങോട്ടാ എന്നെയും കൊണ്ട് ഈ പോകുന്നേ? എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാ. ഫ്രണ്ട്സിനോട് പൊയ്ക്കോളാൻ വിളിച്ചു പറ. നമുക്ക് രാവിലെ അമ്പലത്തിൽ ഒരാളെ കാണാനുണ്ട്. അമ്പലത്തിലോ? അമ്പലത്തിൽ ആരെ കാണാനാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ. തൃച്ചംബരത്തേക്ക് കടന്നു വരാൻ അമ്മ ലൈസൻസ് കൊടുത്ത ഒരാളാ, നന്ദന. അവളോ? വേണ്ട, എനിക്ക് അവളെ കാണണ്ട. ബ്രോ, വണ്ടി എടുത്ത്. എനിക്ക് അവളെ കാണണ്ട, വണ്ടി എടുത്ത്. മര്യാദയ്ക്ക് വണ്ടി എടുത്ത്. ബ്രോ, വണ്ടി എടുത്ത്. നിർത്താനല്ലേ പറഞ്ഞേ? വണ്ടി എടുത്ത് ബ്രോ. വിടറോ. ബ്രോ പൊക്കോ, ഞാൻ ഓട്ടോ വിളിച്ചു വന്നോളാം. നോക്ക്, നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നീയും നന്ദനയും തമ്മില്. നമുക്കത് പരിഹരിച്ചേ പറ്റൂ. ശരി, ഓക്കെ. ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം ഒരുപക്ഷെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ സോൾവ് ആവും. പക്ഷെ സംഗതികൾ ഇങ്ങനെ വഷളായ സ്ഥിതിക്ക് കല്യാണിയുടെ കാര്യം ബ്രോ, അതെന്താ ആലോചിക്കാത്തെ? കല്യാണിയുടെ ഭാവി ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അത് നോക്കാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇപ്പൊ നിന്റെ ഭാവി ഓർത്താൻ ഞങ്ങൾക്ക് ടെൻഷൻ. അതിനാ ഞാൻ ഇന്നലെ മഹേശ്വരി ആന്റിയെ വിളിച്ചു പറഞ്ഞ് നന്ദനെ രാവിലെ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവള് കാണാന്ന് സമ്മതിച്ചു തന്നെ. അവളോട് സംസാരിക്കുമ്പോ അതൊക്കെ ഓർത്ത് വേണം സംസാരിക്കാൻ. കൊള്ളാം. അപ്പൊ ഞാനറിയാതെ ഒരുപാട് നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലേ ബ്രോ? ഒന്നാമത് അവൾക്ക് എന്നെ ഇഷ്ടമല്ല. പോരാത്തന്നെ കഴിഞ്ഞ തവണ കണ്ടപ്പോ ഒന്ന് കൊടുക്കേണ്ടി വന്നു. ഇനി എത്ര ശ്രമിച്ചാലും ഇതൊന്നും ശരിയാവില്ല. ബ്രോ വാ, കാർ തിരിച്ചുവിടും, നമുക്ക് വീട്ടിൽ പോവാം. നോ, ഞാൻ ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ചൊരു മീറ്റിംഗ് ആയത്. ഇത് നടന്നില്ലെങ്കിൽ നാണക്കേട് എനിക്കാ. നീയേ അവരുടെ മുന്നിൽ എന്നെ തല കുനിപ്പിക്കരുത്. നോക്കു മോനെ, നന്ദനയ്ക്ക് ഇഷ്ടമില്ലാത്തത് നിന്നെ അല്ല, നിന്റെ ആറ്റിറ്റ്യൂഡാ. നീ അത് മാറ്റാൻ തയ്യാറായ എല്ലാം ശരിയാവും. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്. ബ്രോ, അതല്ല ഞാൻ പറയുന്ന പ്രധാന പ്രശ്നം. എനിക്കറിയാം നീ കല്യാണിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്താ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. നമുക്കത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് തീരുമാനിക്കാം. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ എത്തിയേ പറ്റൂ. അവിടെ ഒരാൾ നീ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. യു ഷുഡ് കം പ്ലീസ്. വാ, കേറ്.
ഈ പ്രദക്ഷിണം കൂടെ കഴിയുമ്പോ 3 ചുറ്റു പൂർത്തിയാവും. എന്തിനാ നീ ഇങ്ങനെ കഠിനവ്രതം എടുക്കാൻ പോകുന്നേ? നീ ആകെ തളർന്നു. ദേ മുട്ടൊക്കെ മുറിഞ്ഞ് ചോര വന്നു. സാരല്ല ചേച്ചി, ചേച്ചിക്ക് സമയമെങ്കിൽ പൊയ്ക്കോ. എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിക്കോളാം ഞാൻ. പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ചുറ്റിക്കോ, ഈ ഒരു ചുറ്റുകൂടിയല്ലേ ഉള്ളൂ. ബ്രോ, കല്യാണി കല്യാണി കല്യാണി, നീ എന്താ ഈ ചെയ്യുന്നേ? എന്താ ഇതൊക്കെ? ആ മതി, ഇനി എഴുന്നേറ്റുള്ളൂ കല്യാണി. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. ഇനി നിന്ന വേര് മുറിക്കും. മതി കാത്തുന്നത്, മതിയായി എനിക്ക്. മോളെ, ഞാൻ ഇനി അങ്ങോട്ട് പൊയ്ക്കോട്ടെ? ചേച്ചി പൊയ്ക്കോ, ഞാൻ വന്നോളാം. കല്യാണി, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? എന്താവശ്യത്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു അഭ്യാസം? അഭ്യാസമല്ല, ആചാരം. വിളിച്ച വിളി കേൾക്കണ ദേവിയാ. മനസ്സും ശരീരവും അർപ്പിച്ച് ശയനപ്രദക്ഷിണം ചെയ്താ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടും. സാധാരണ ആണുങ്ങളാ ചെയ്യണേ, സ്ത്രീകള് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. ഇപ്പൊ ഈ ചെയ്ത കാര്യത്തിന് 2 ദിവസം നിനക്ക് കട്ടിൽ എഴുന്നേക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഏതാഗ്രഹം സാധിക്കാനാ നീ ഇപ്പൊ ഈ ശയന പ്രദർശനം ചെയ്യുന്നേ? അനിയും കുഞ്ഞും നന്ദന മേഡവും വീണ്ടും ഒന്നിക്കാൻ. ഈ കല്യാണം നടന്നു കാണണം എനിക്ക് മാത്രമല്ല, അഖിലാണ്ടേശ്വരി മേഡത്തിനും. ഇനി അത് നടക്കും, അതെനിക്ക് ഉറപ്പാ. ഓ, അത് ശരി. ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോ രണ്ടും കൂടെ അവളുടെ കൂടെ ചുറ്റിക്കളിയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം.